നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി ജ്യോതി ബാബുവിന് ജാമ്യം അനുവദിക്കാതെ സുപ്രീം കോടതി. ഇത് കൊലപാതക കേസാണെന്നും പെട്ടെന്ന് ജാമ്യം നൽകുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. കേസിന്റെ മെറിറ്റ് അടക്കം അറിയാതെ ജാമ്യം അനുവദിക്കാനാകില്ല. വിചാരണ കോടതിയിലെ മുഴുവൻ രേഖകളും 15 ദിവസത്തിനകം ഹാജരാക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികളടക്കം വിശദാംശങ്ങൾ കോടതിക്ക് കാണണം. അതുവരെ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന് ജ്യോതി ബാബുവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അനുവദിക്കാൻ കോടതി തയ്യാറായില്ല. കേസിന്റെ മുഴുവൻ രേഖകളും പരിശോധിക്കാതെ ജാമ്യം അനുവദിക്കാനാകില്ല എന്നായിരുന്നു കോടതിയുടെ നിലപാട്. കേസിൽ കനത്ത വാദങ്ങളാണ് അഭിഭാഷകർ തമ്മിൽ ഉണ്ടായത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ കെ രമയുടെ താളത്തിനൊത്ത് തുള്ളാനാകില്ലെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചു. രമ അനാവശ്യമായി സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണെന്നും സർക്കാർ അഭിഭാഷകർ ആരോപിച്ചു. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകനും കെ രമയുടെ സീനിയർ അഭിഭാഷകനും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി. ടി.പി. കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകനും കെ രമയുടെ സീനിയർ അഭിഭാഷകനും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായത്. കേസിൽ സർക്കാരും കുറ്റവാളികളും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന് രമയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ആർ ബസന്ത് ആരോപിച്ചു. ഇതിൽ പ്രകോപിതനായാണ് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകൻ PV ദിനേശ് ശക്തമായ എതിർപ്പ് കോടതിയെ അറിയിച്ചത്. കേസിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ താൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. താൻ നിലപാട് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സർക്കാർ കുറ്റവാളികളുമായി ഒത്തുകളിക്കുന്നുവെന്ന് പറയാൻ കഴിയുകയെന്ന് ദിനേശ് ചോദിച്ചു. രമയുടെ അഭിഭാഷകൻ ഗ്യാലറിക്ക് വേണ്ടിയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും സർക്കാർ ആരോപിച്ചു. പരാതിക്കാരുടെ താളത്തിനൊത്ത് തുള്ളാനാകില്ലെന്നും സീനിയർ അഭിഭാഷകൻ PV ദിനേശ് കോടതിയിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷയ രാജൻ ശങ്കറും കോടതിയിൽ ഹാജരായിരുന്നു. കെ രമയ്ക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ആർ ബസന്ത്, അഭിഭാഷകൻ A കാർത്തിക് എന്നിവരാണ് ഹാജരായത്. ഒത്തുകളിക്കുന്നുവെന്ന വാദത്തെ ജ്യോതി ബാബുവിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നാഗമുത്തു എതിർത്തു. ടി.പി. കേസിലെ പ്രതികൾക്ക് അനുവാദരഹിതമായ ഇളവുകളാണ് ലഭിച്ചതെന്നും സംവിധാനങ്ങളുടെ വിശ്വാസ്യത നഷ്ടമാകുന്ന തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായതെന്നുമാണ് കെ രമ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അപകടകരവും മനോവീര്യം കെടുത്തുന്നതുമായ സന്ദേശം നൽകുമെന്നും ജ്യോതി ബാബുവിന് ജാമ്യം അനുവദിക്കുന്നതിനെ എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലത്തിൽ കെ രമ വ്യക്തമാക്കിയിരുന്നു. അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി രംഗത്ത് വന്നു. പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്നാണ് അബിൻ കുറ്റപ്പെടുത്തിയത്. ഇക്കാര്യം ഇനിയും ആവർത്തിച്ച് പറയുമെന്നും അബിൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. അബിൻ വർക്കിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു പാർട്ടി എങ്ങനെയാണ് ടി.പി. ചന്ദ്രശേഖരൻ എന്ന മനുഷ്യനെ ഇപ്പോഴും വേട്ടയാടുന്നത് എന്നതിന്റെ തെളിവാണ് സർക്കാർ അഭിഭാഷകന്റെ ഈ വാദം. ജ്യോതി ബാബു എന്ന ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പരമോന്നത കോടതിയിൽ അപ്പീൽ നൽകിയതാണോ ടി.പി. ചന്ദ്രശേഖരന്റെ വിധവയായ ഭാര്യ കെ രമ ചെയ്ത തെറ്റ്? ഈ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നത് CPM ഭരിക്കുന്ന സർക്കാരാണ്. അന്യായമായ പരോളുകൾ അനുവദിക്കുന്നത് അവരാണ്. ശിക്ഷാ ഇളവുകൾക്ക് വേണ്ട നീക്കങ്ങൾ നടത്തുന്നതും അവരാണ്. പുറത്തിറങ്ങുമ്പോൾ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും CPM-ഉം പാർട്ടിയുമാണ്. അതുകൊണ്ട് ഈ സർക്കാരാണ് അതിന് ഒത്താശ ചെയ്യുന്നതെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെ കോടതി മുറികളിലും പുറത്തും അധിക്ഷേപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് വീണ്ടും ഉറക്കെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. CPM തന്നെയാണ് ഈ കൊലയാളികൾക്ക് ഒത്താശ ചെയ്യുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്.